എല്ലാവർക്കും നെഫ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കടായി ചിക്കൻ ബിരിയാണി. എൻ്റെ ഫ്രണ്ട് ഫമിതൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സിയിലേക്ക് 5 പച്ചമുളക്, ഒരു പിടി വെളുത്തുള്ളി, അതായത് ഒരു 10-15 വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ അതിലേക്ക് 6 കായമുളക്, പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂണ് തൈര്. പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വിനീഗർ, ഒരു ടീസ്പൂൺ അത്ര, പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളത് മിക്സിയിൽ അരച്ചിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കുക. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ പേസ്റ്റിൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 1/4 ഭാഗം അവിടെ മാറ്റി വെക്കണം. ഇത്ര മാറ്റി വെക്കണം നമ്മൾ. അതിനുശേഷം നമ്മളൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും പിന്നെ കുറച്ച് ബട്ടറും ചേർക്കുക. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഒരു 1-2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് അത് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ആ സെയിം ഓയിലേക്ക് കുറച്ചുകൂടി ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചധികം ചിക്കൻ എടുത്തതുകൊണ്ട് ഞാനൊരു 8 മുതൽ 10 വരെ ഉള്ളി എടുക്കാം. മസാലക്കനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 10 ഉള്ളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ആ ഓയിൽ വറുത്തെടുക്കാം, വഴറ്റിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, നമ്മൾ മറ്റേ പേസ്റ്റാക്കുന്നതിൽ ചേർത്തുകൊണ്ട് ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 തക്കാളി ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, കുറച്ച് കസൂരി മേത്തി, ഒരു 1/2 to 1 ടീസ്പൂണ് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ, നമ്മളെ പച്ചമുളക്, ആ ഒരു കായമുളകൊക്കെ അരച്ചിട്ട് ആ പേസ്റ്റ് അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് മൂടി വെച്ചിട്ട് ആ നമ്മൾ മസാല റെഡിയാക്കാം. അതിലേക്ക് നമ്മളൊരു 10-15 കാഷ്യൂ സോക്ക് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ മൂടി വെക്കേണ്ടത്. അതുകൂടി ചേർത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ചെറിയ തീയിൽ മൂടി വെക്കാം. നമ്മളെ മസാല ഇതാ റെഡി ആയിരിക്കുകയാണ്. നല്ലോണം എല്ലാം മിക്സായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതാണ്. ഈ റൈസ് നിങ്ങളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം ഓയിലും പിന്നെ ഗീയൊക്കെ നമ്മളെ പാത്രത്തിലിടുക. എന്നിട്ട് കുറച്ച് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർക്കാം. നിങ്ങൾ ആവശ്യമുള്ള അരി എടുത്തിട്ട് അത് കഴുകിയിട്ട് അതിന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കാം. നന്നായിട്ട് വറുക്കാം. എന്നിട്ട് ആവശ്യത്തിന് തിളക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അഷ്റഫ് റൈസാണ് എടുക്കാൻ. അതിന് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങൾ ആ മസാലയ്ക്ക് കണക്കായിട്ടുള്ള റൈസ് ഇപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നോ അതിന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ മസാലയിൽ കുറച്ച് ആ ഒരു ഗ്രേവി ഉണ്ടാവും, നമ്മൾ ആ മസാലയിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഫുള്ള് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ ഈ മസാല അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ നീര് കുറച്ച് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുക. കാരണം കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വാഴയില ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളെ മസാലേൻ്റെ മേലെ വാഴയില വെച്ച് കൊടുക്കാം.
അതിന് മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഫുള്ള് റൈസ് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇടയ്ക്ക് ഇതേപോലെ ഇങ്ങനെ ഞാൻ പറ്റില്ല കുറച്ച് നമ്മൾ ഗ്രേവി ഓയിലോട് കൂടിയിട്ടുള്ള ആ ഗ്രേവി ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കുറച്ച് നമ്മൾ ചില്ലി ഫ്ലേക്സ് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവ് ഒരുപാട് വേണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം. എന്നിട്ട് ടോപ്പിൽ നമ്മൾ ബാക്കിയുള്ള ഗ്രേവി കൂടി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഗരം മസാലയും മല്ലിയിലൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഹോള് വെക്കുന്നത് ഇങ്ങനെ പുക വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ചെറിയ തീയിൽ മൂടി വെക്കുക. നമ്മളെ ചോറ് ദമ്മാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ റൈസ് നന്നായിട്ട് ദമ്മായിരിക്കുകയാണ്. കടായി ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ റെസിപ്പിയാണ്. അവൾക്ക് കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്ത റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. ഈദിന് അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായി കാണാം.